സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാന്റെ വ്യോമസേന എത്തിയതായ റിപ്പോർട്ട് പുറത്തു വന്നു. ഇതോടനുബന്ധിച്ച് ഈ മേഖലയെയും പാകിസ്ഥാൻ സൈന്യത്തെയും നിരീക്ഷിക്കാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനത്തെ ഇറാൻ നിയമിക്കുകയും ചെയ്തു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പ്രതിരോധ കരാറിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ സേന സൗദി അറേബ്യയിലേക്ക് എത്തിയത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നാണ് എന്നാണ് അറിയപ്പെട്ടത്. എന്നാൽ ഈ ഉദ്ദേശ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന പഠനം നടത്തേണ്ടതുണ്ട്, തങ്ങളത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ വെച്ചിട്ട് മധ്യസ്ഥ ചർച്ച ആരംഭിച്ചത്. അമേരിക്കയും ഇറാനും നേരിട്ട് പങ്കെടുത്ത ആ ചർച്ചയിലെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലാണ് ഈ പ്രവൃത്തി ആരംഭിച്ചത്. മധ്യസ്ഥത എവിടെയും എത്താതെയായി. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അന്നത്തെ രാത്രി തന്നെ സൗദി അറേബ്യയിലേക്ക് വ്യോമസേനയുടെ സൈന്യം എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പര സൈനിക കൈമാറ്റങ്ങൾ, ആയുധ കൈമാറ്റങ്ങൾ, പ്രതിരോധ കരാർ വ്യവസ്ഥകൾ എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ആണ് എത്തപ്പെട്ടത് എന്നാണ് അനുമാനം. അങ്ങനെയാണ് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രതിരോധം തീർക്കുക എന്നുള്ളതും ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നു. പ്രതിരോധം എന്ന് പറയുന്ന സമയത്ത് ഇറാനിൽ നിന്ന് ഈ സൗദി അറേബ്യക്ക് നേരെ വരുന്ന മിസൈലുകളെയോ ഡ്രോണുകളോ പ്രതിരോധിക്കുകയോ മറ്റോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സഹായി എന്ന നിലക്ക് തങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തും അതോടൊപ്പം തന്നെ വലിയ നയതന്ത്ര ബന്ധവുമുള്ള പാകിസ്ഥാന് ഈ കാര്യത്തിന് ക്ഷണിക്കപ്പെട്ടത് എന്ന് പറയുന്നു. കിങ് സൗദ് എയർലൈൻസിലാണ് അവർ ഇറങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ സമയത്ത് മധ്യസ്ഥതയും അതോടൊപ്പം തന്നെ യുദ്ധവും ചേരുന്നതല്ല എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് ചില ഇറാനിയൻ പത്രങ്ങൾ റിപ്പോർട്ടാക്കി പുറത്തു വന്നു. അമേരിക്കയുടെ നയത്തിന് പിന്തുടർന്നുകൊണ്ടുള്ള ഇറാൻ്റെ പ്രവർത്തനമാണ് ഇത് എന്ന് ചില യമനി പത്രങ്ങൾ എഴുതിയതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ആകെ കൂടെ ഒരു കൺഫ്യൂഷനായി എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. കാര്യം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ കക്ഷി ചേരുകയാണോ, ഇറാനെതിരെ തിരിയുകയാണോ, സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൗദി അറേബ്യ സന്ദർശിച്ചു. അവർ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ആയുധ കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അവരുടെ സൈനികർ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ചില പ്രാദേശിക റിപ്പോർട്ടിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി ഉക്രൈൻ്റെ സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ്റെ സൈന്യം എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമാണ്. അഥവാ യുദ്ധം നീളുകയും അറേബ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് തങ്ങൾ മറ്റു രാജ്യത്തിന് സഹായം തേടിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാനും ഇറാനും തമ്മിൽ നിലവിലെ സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ കാര്യങ്ങളൊന്നുമില്ല. ഈ ഇറാന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഗതികൾ മാറി സഞ്ചരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷ്മതയായ രീതിയിൽ മാത്രമേ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സാധാരണഗതിയിൽ സൈനികർ ഓരോരോ രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ നിലക്ക് സന്ദർശിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് രാജ്യങ്ങൾ ചെയ്യുന്നത്. ആ തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ അടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു. അഥവാ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിലേക്ക് വരുന്ന കപ്പൽ അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പുറത്തു പോകുന്ന കപ്പൽ തടയപ്പെടുക എന്നുള്ളതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഹോർമുസ് കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾക്ക് പുറത്തു പോകുന്നതിനോ വിരോധമില്ല, തങ്ങൾക്ക് ചുങ്കം നൽകണം എന്നുള്ളതാണ്. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ കപ്പൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കപ്പലുകൾക്കും പ്രവേശിക്കാമെന്നുള്ളതാണ്. ഇവിടെ അമേരിക്ക കുടുങ്ങാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറാൻ തുറന്നു വിട്ട ഒരു കപ്പൽ ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഹോർമുസിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അറബിക്കടലിലേക്കാണ് പിന്നെ ചേരാൻ പോകുന്നത്. അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടാൽ യുദ്ധത്തിൻ്റെ പാറ്റേണും രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും. കാര്യം എന്ന് പറഞ്ഞാൽ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് അധികാരമൊന്നുമില്ല.
അപ്പോൾ സ്വതന്ത്ര പാതയിലൂടെ നീങ്ങുന്ന ഒരു കപ്പൽ യുദ്ധവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത അല്ലാത്ത ഒരു കപ്പലിന് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം വന്നാൽ ചിലപ്പം അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നൊരു പേടി അമേരിക്കക്കുണ്ട്. അമേരിക്കയുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ രീതിയിലൊരു നിലപാട് പറഞ്ഞ് ആ നിലപാടിനനുസരിച്ചിട്ട് സൈന്യത്തെ നയിക്കാനോ സൈന്യത്തെ നയിച്ചുകൊണ്ട് ആ യുദ്ധത്തെ വിജയിപ്പിച്ചെടുക്കാനോ സാധിക്കുന്നില്ല. അവർ തന്നെ കൺഫ്യൂഷനാണ്, എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്നറിയാത്ത രീതിയിൽ കുഴങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൻ്റെ ഒരു കാര്യം അവർ ഇതിനെ തുടർച്ചയായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഒരിക്കലും അവർ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല. മൊസാദ് ഏതെല്ലാം തരത്തിൽ അന്വേഷിച്ചോ, ഏതെല്ലാം തലകുത്തി വീണ് അന്വേഷിച്ചിട്ട് പോലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇത്രയും ആന്തരികമായിരിക്കുന്ന ആയുധത്തിൻ്റെ ഈ ശേഖരം കണ്ടെത്താനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. പല തരത്തിലുള്ള ഒറ്റുകാരും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ പോലും ഒറ്റ കൊടുത്തതാണ് എന്നാണ് റിപ്പോർട്ട്. പിന്നീട് അത് സൈനിക കമാൻഡറിൽ പെട്ടോ അല്ലെങ്കിൽ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട ആളെ പിടികൂടിയിട്ടുണ്ട്, വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു. അതൊന്നും ആയിട്ടില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും ഇങ്ങനത്തെ അപ്രത്യക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് അജ്ഞാത സംഭവങ്ങളുടെ ഒരു കുത്തകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം. നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെയോ നിഗൂഢമായിരിക്കുന്ന സംഭവങ്ങൾ ആ രാജ്യത്തിൻ്റെ അകത്തുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ അനുമാനം. അതല്ലെങ്കിൽ ഇത്രയും വലിയ കൊലകൊമ്പനായിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഭീഷണിപ്പെടുത്തിയിട്ടും യുദ്ധം ചെയ്തിട്ടും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമിച്ചിട്ടും അവരുടെ ആണവായുധ മേഖല അപ്പാടെ തകർത്തിട്ടും അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് കിളിർത്ത് വരുന്നു എന്നുള്ളതാണ് റഷ്യയുടെ പത്രങ്ങളൊക്കെ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്നത്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ തീക്കൂടാരത്തിൽ വരെ മുളച്ച് പൊന്തുന്ന തരത്തിലാണ് ഇറാൻ്റെ സംവിധാന കാര്യങ്ങൾ. എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ്. ഇപ്പോൾ 38-ലധികം മൈനുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അത് നുണയാണ് എന്നുള്ളത് ഇറാൻ പറയുന്നു. അപ്പോൾ സത്യം ഏതാണെന്നുള്ളത് വ്യക്തമാണെങ്കിൽ ഇനിയും അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടത്. അഥവാ കപ്പലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും കപ്പലുകൾ തങ്ങളെ തുരത്തി ഓടിക്കുകയായിരുന്നു, തങ്ങളുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ കപ്പലിനെ മുക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു അനുസരണയുള്ള കുട്ടികളെ പോലെ അമേരിക്കയുടെ കപ്പൽ വ്യൂഹം എന്നാണ് പറയുന്നത്, 3 കപ്പലെങ്ങാനും ഉണ്ട് എന്ന് പറയുന്നു, അവർ തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ കപ്പലിന് എങ്ങനെയാണ് തങ്ങളുടെ മൈനുകൾ നശിപ്പിക്കാൻ വേണ്ടി പറ്റുക? വളരെ കൃത്യതയോടുകൂടി കപ്പൽ ഗതാഗതത്തിന് യോഗ്യമാകുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തി ഓരോരോ ഭാഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ആ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ള കാര്യം തങ്ങൾ കപ്പൽ ഉടമകളോട് പറയും. തങ്ങളുമായിട്ട് സഹകരിക്കുന്ന, തങ്ങൾക്ക് സാമ്പത്തിക ചുങ്കം നൽകുന്ന ആ കപ്പലുകൾ സുരക്ഷിതമായ രീതിയിൽ പാത കടത്തി ഈ അറബിക്കടലിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം തീർച്ചയായിട്ടും ഞങ്ങൾ നിർവഹിക്കുന്നതാണ്. അപ്പോൾ ആ പ്രവൃത്തികൾ തങ്ങൾ ചെയ്തു കൊടുക്കും. എന്നാൽ അമേരിക്കയുമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമേരിക്കയുടെ പ്രവൃത്തിയോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു സഹായം നൽകാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അവർ ഒടിഞ്ഞു കുത്തി നിൽക്കുന്ന സമയത്ത് അവരെങ്ങനെ സഹായിക്കും? അവരുടെ സൈനികർക്കും അവരുടെ കപ്പലുകൾക്കും അവരുടെ യുദ്ധവിമാനങ്ങൾക്കും സംരക്ഷണം നൽകാൻ പോലും സാധിക്കാതെ വിഷണ്ണമായി കിടക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് മറ്റ് രാജ്യത്തെ സഹായിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ്റെ സൈന്യങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പടക്കോപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സൗദി അറേബ്യയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത കിട്ടിയിട്ട് പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് അത് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനുമായിട്ട് യുദ്ധത്തിന് തയ്യാറല്ലെന്നും താല്പര്യമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ആക്രമിക്കില്ലെന്ന് ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യേണ്ടത്. തങ്ങൾ യുദ്ധത്തിൽ കക്ഷികളല്ല, തങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടില്ല, ആക്രമിക്കാൻ താല്പര്യമില്ല. പിന്നെന്തിനാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്? ന്യായപരമായിരിക്കുന്ന ഒരു ചോദ്യം അറബ് രാജ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇറാൻ പറയുന്ന മറുപടി കൃത്യമാണ്. ഞങ്ങൾക്ക് ശത്രുത അറബ് രാജ്യങ്ങളോടില്ല, സംവിധാനത്തോടില്ല, സാമ്പത്തികപര മുന്നേറ്റം അവരുടെ തകർക്കാൻ താല്പര്യമില്ല. പക്ഷേ എന്തിനാണ് നിങ്ങൾ അമേരിക്കയുടെ സൈനിക ബേസ് അവിടെ ഉണ്ടാക്കുന്നത്? അമേരിക്കയ്ക്ക് നിങ്ങൾ എന്തിനാ അഭയം നൽകുന്നു? അവർ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. അവരുടെ സൈനിക ബേസ് നിങ്ങൾ അടിച്ചു പൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു. ഞങ്ങൾ ഒരിക്കലും പിന്നീട് അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിക്കുകയില്ല എന്നുള്ള മറുപടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏതായിരുന്നാലും വരും ദിവസങ്ങൾ ഇനി പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഏത് തരത്തിലേക്കാണ് നീങ്ങുക എന്നുള്ളത്
കണ്ടറിയേണ്ട ഒരു സ്ഥിതിയാണ്. കാര്യം ഒരു കൃത്യമായിരിക്കും നിലപാട് ഭീഷണിപ്പെടുത്തിയും ഒച്ചപ്പാടുണ്ടാക്കിയും വംശീയ ഉന്മൂലനം ചെയ്യും, രാജ്യത്തെ അട്ടിമറിക്കും, ഒരു മണിക്കൂർ മതിക്ക് രാജ്യം പിടിച്ചടക്കാൻ ഭരണാധികാരി താൻ മാറ്റാൻ പോവുകയാണ്. ഇതൊക്കെ ഡയലോഗായിട്ട് ഇങ്ങനെ അടിച്ചു വിടാൻ വേണ്ടി പറ്റും. പക്ഷേ യാഥാർത്ഥ്യമായിരിക്കുന്ന വർത്തമാന സംഭവത്തോട് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ അമേരിക്കയ്ക്കെതിരായ സാഹചര്യം. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടൽ പ്രതിസന്ധിയും അമേരിക്കയിൽ ഉണ്ടാക്കിയതാണ്. അത് അമേരിക്ക തന്നെ പരിഹരിക്കണം എന്നുകൂടിയാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്.